കോഴിക്കോട് പന്തീരാങ്കാവിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയെടുത്തതിൽ വൻ ഗൂഢാലോചന നടന്നതായി കണ്ടെത്തൽ. ദമ്പതികളും അവരുടെ ബന്ധുവും ചേർന്നുള്ള ആസൂത്രണത്തിലായിരുന്നു കവർച്ച. മുഖ്യപ്രതി ഷിബിൻ ലാലിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. കേസിൽ ഷിബിൻ ലാലിനെയും ഭാര്യ കൃഷ്ണലേഖയെയും ബന്ധു കുട്ടാപ്പി എന്ന ദിനരഞ്ജുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇസാഫ് ജീവനക്കാരിൽ നിന്നും 40 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് നടപടി. എന്നാൽ 1 ലക്ഷം രൂപ മാത്രമാണ് ബാങ്കിൽ ഉണ്ടായിരുന്നതെന്നാണ് പ്രതിയുടെ നിലപാട്. ബാക്കി 39 ലക്ഷം രൂപ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ജൂൺ 11-നാണ് കവർച്ച നടന്നത്. അക്ഷയ ഫിനാൻസിൽ 40 ലക്ഷത്തിന്റെ സ്വർണമുണ്ടെന്നും അതെടുത്തു മാറ്റിവെക്കാൻ താൽപ്പര്യമുണ്ട് എന്നറിയിച്ചുമാണ് ഒന്നാം പ്രതി ഷിബിൻ ലാൽ രാമനാട്ടുകര ഇസാഫ് ബാങ്കിലെത്തി അക്കൗണ്ട് തുറന്നത്. പണം നഷ്ടപ്പെട്ട സംഭവത്തിന് 2 ദിവസം മുമ്പ് ഇയാളുടെ ഭാര്യ കൃഷ്ണലേഖയും ഇസാഫിൽ പുതുതായി അക്കൗണ്ട് എടുത്തിരുന്നു. ഈ 2 ഘടകങ്ങളാണ് കൃഷ്ണലേഖയ്ക്ക് ഇതിൽ പങ്കുണ്ട് എന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. പണയം വെച്ച സ്വർണമെടുക്കാൻ 40 ലക്ഷം രൂപയുമായി അക്ഷയ ഫിനാൻസിലേക്ക് വന്ന ജീവനക്കാരിൽ നിന്ന് ഷിബിൻ ലാൽ ബാഗ് തട്ടിയെടുത്ത് കടക്കുകയായിരുന്നു. ഷിബിൻ ലാലിന്റെ ഒപ്പം കൃഷ്ണലേഖയും ഇസാഫ് ബാങ്കിലെത്തി തനിക്ക് പന്തീരാങ്കാവ് ഗ്രാമീൺ ബാങ്കിൽ 10 ലക്ഷത്തിന്റെ സ്വർണ്ണപ്പണയം ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ സത്യവാങ്മൂലം നൽകിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഗൂഢാലോചനാ കുറ്റവും വ്യാജരേഖയുണ്ടാക്കി നൽകുക വഴി കുറ്റകൃത്യത്തിൽ പരോക്ഷമായി സഹായിച്ചതുമാണ് കൃഷ്ണലേഖയ്ക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ. കവർച്ച നടന്ന ദിവസം രാത്രി മോട്ടോർ സൈക്കിളിൽ പാലക്കാട്ടേക്ക് രക്ഷപ്പെടാൻ ഷിബിൻ ലാലിനെ സഹായിച്ചതാണ് 3-ാം പ്രതി ദിനരഞ്ജുവിന്റെ പേരിലുള്ള കുറ്റം. ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. തട്ടിയെടുത്ത ബാഗിൽ 1 ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. അതേസമയം 40 ലക്ഷം രൂപ നഷ്ടപ്പെട്ടുവെന്ന വാദത്തിൽ ബാങ്ക് ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ബാക്കി 39 ലക്ഷം രൂപ എവിടെ എന്ന ചോദ്യം ബാക്കിയാകുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്.